നമസ്കാരം. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ US നാവികസേന ആക്രമിച്ച് തകർത്തതിനെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. അപ്പോൾ വാർത്തയിലേക്ക് കടക്കാം. ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സമുദ്രയുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. 2026 ഫെബ്രുവരി 28 ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ താവളങ്ങൾ ആക്രമിക്കുന്നു. മിസൈലുകൾ ആകാശത്ത് തീതൂപ്പുന്നു. യുദ്ധം തുടങ്ങിയ ആ നിമിഷം മുതൽ ലോകം ഉറ്റുനോക്കിയത് ഭാരതത്തിലേക്കായിരുന്നു. കാരണം ആളിപ്പടരുന്ന ആ യുദ്ധത്തിനിടയിൽ നിന്ന് ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS 11 ഭാരതത്തിന്റെ സഹായം തേടി. അഭയം ചോദിച്ചത് മറ്റെവിടെയുമല്ല, നമ്മുടെ കൊച്ചി തീരത്താണ്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 തന്നെ ഇറാൻ അഭയം ചോദിക്കുന്നു. ലോകരാജ്യങ്ങൾ ഉപരോധം പേടിച്ച് മാറി നിന്നേക്കാവുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന നേതാവിനെയും അദ്ദേഹത്തിൻ്റെ നയതന്ത്ര സംഘത്തിൻ്റെയും കരുത്ത് നാം കണ്ടത്. വെറും 24 മണിക്കൂറിനുള്ളിൽ മാർച്ച് 1 തന്നെ ഭാരതം ആ കപ്പലിന് കൊച്ചിയിൽ അടുക്കാൻ അനുമതി നൽകി. ആലോചിച്ചു നോക്കൂ, യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയെ പിണക്കാതെ എന്നാൽ അയൽപക്ക ബന്ധത്തിന് വില കൽപ്പിച്ചുകൊണ്ടെടുത്ത ആ തീരുമാനം ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാരതം ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്ന രാജ്യമല്ല, മറിച്ച് സ്വന്തം താൽപ്പര്യങ്ങളും സമാധാനവും മുൻനിർത്തി തീരുമാനമെടുക്കുന്ന രാജ്യമാണ് എന്ന് മോദി സർക്കാർ വീണ്ടും അടിവരയിട്ടു. മാർച്ച് 4 വരുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമായി. സമുദ്ര മധ്യത്തിൽ വെച്ച് ഇറാന്റെ IRIS ദേന അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്നു. ഒരു കപ്പൽ ശ്രീലങ്കൻ തീരത്ത് സമുദ്രത്തിൽ താഴുമ്പോൾ അതേ ദിവസം തന്നെ മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS 11 കൊച്ചി തുറമുഖത്ത് സുരക്ഷിതമായി അടുക്കുന്നു. എന്തൊരു കൃത്യതയാർന്ന നയതന്ത്രമാണിത്! IRIS ദേന തകർക്കപ്പെടുന്നതിന് മുന്നേ തന്നെ IRIS 11 സുരക്ഷിത താവളത്തിൽ എത്തിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. ഇത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഫലമാണ്. അമേരിക്കൻ ടോർപിഡോകൾ കടലിൽ പായുമ്പോഴും ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു ഇറാനിയൻ കപ്പൽ സുരക്ഷിതമായിരുന്നത് മോദി സർക്കാരിൻ്റെ നയതന്ത്ര വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ സഹായത്തിന് പകരമായി നരേന്ദ്രമോദി സർക്കാർ നേടിയെടുത്തത് വലിയൊരു ഉറപ്പാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഒരാക്രമണവും നടത്തില്ല എന്ന ഉറപ്പ്. ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും ലോകവ്യാപാരം തടസ്സപ്പെട്ടപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ തലയുയർത്തിപ്പിടിച്ച് കടന്നുപോയി. വിദേശകാര്യ സെക്രട്ടറി ഇറാൻ എംബസിയിൽ പോയി ഖമനേയിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിനെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണിത്. അത് വിട്ടുവീഴ്ചയായിരുന്നില്ല, മറിച്ച് നമ്മുടെ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഇന്ന് IRIS 11 കൊച്ചിയിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രം: ഭാരതം ഇപ്പോൾ ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഗതി നിർണയിക്കുന്ന ശക്തിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം നേടിയ ഈ ഡിപ്ലോമാറ്റിക് വിൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.